മോനെ ഇത് കണ്ടോ, ലോകത്ത് ഒരു കുഞ്ഞുങ്ങൾ ഇത്രയും പാട് ഒരു ദിവസം പോലും ഉപയോഗിക്കുന്നില്ല. എൻ്റെ മോള് മാത്രമേ ഉള്ളൂ ഒരു ദിവസം 10-17 പാട് ഉപയോഗിക്കുന്നത്. ഇതുപോലും നമുക്കൊന്ന് കറക്റ്റായിട്ട് വാങ്ങിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ അടുത്തുള്ള ഒരു പയ്യനാണെങ്കിൽ നമുക്ക് 3 പേർക്ക് സാധനം കൊടുത്തു തന്നാൽ അതിലിനി ഇത്രയാണ് നമുക്ക് ബാക്കി അവശേഷിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ നായ്ക്കളെ ആട്ടി ഓടിക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഇങ്ങനെ ആട്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുക. അവർ നമ്മളെ ആട്ടി ഓടിക്കുന്നത് നിങ്ങൾ ഇവിടെ ഇല്ല, കൊണ്ടുപോയിക്കോ, എവിടാന്ന് വെച്ചാൽ കൊണ്ടുപോകും. ഞങ്ങളും ഈ കേരളത്തിലല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങളും വെളിയിൽ നിന്ന് വന്നവരോ അല്ല, ഇന്ത്യക്കാരോ ഒന്നും അല്ലാതല്ല. ഞങ്ങളും ഒരു സാധാരണ ജീവനുള്ള മനുഷ്യരാണ്. റെയിൽവേ പാസിന് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആരും അത് അനുവദിച്ച് തരുന്നില്ല. ഈ വീട് വരെ പണയം വെച്ചേക്കുക. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് പേപ്പർ വരാൻ തുടങ്ങി. ഇതൊന്നും തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ല. ഇപ്പം അവളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറം വേദന ഈ 6 വർഷം അവൾ അനുഭവിച്ചില്ലേ. കുഞ്ഞിനിങ്ങനെ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞാൽ അവർ രണ്ടാമതൊരു കുട്ടിക്ക് ഇവിടെ വരാൻ നോക്കിയിരിക്കുവാണോ? എങ്കിലേ ഇവരെന്തെങ്കിലും ചെയ്യത്തുള്ളൂന്നുണ്ടോ? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നപ്പോൾ ഡോക്ടർ പറയാം ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുമോ? വേറെ ആർക്കും വന്നില്ലല്ലോ. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ, ഇവക്ക് വന്നു, ഇനി അടുത്ത ആളുകൾക്ക് വന്നെങ്കിൽ മാത്രമേ അവരിനി അതിന് ട്രീറ്റ്മെന്റ് എടുക്കത്തുള്ളൂ. അല്ലല്ലോ, ഇപ്പൊ കൊറോണ ഒരാൾക്ക് വന്നു അല്ലെ 2 പേർക്ക് വന്നു, ആളുകൾ കൂടിയപ്പോഴല്ലേ അവരെന്റെ വാക്സിൻ കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞ പോലെ ഇതിന് ഇനി അടുത്ത ആളിന് വരണോന്ന് പറഞ്ഞ് നോക്കിയിരുന്നിട്ട് പറയില്ല. ഞങ്ങൾ പറയുന്ന ഈ വന്നത് ആർക്കും ഒരാൾക്ക് പോലും ഇനി വരരുത് എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞിന്റെ അസുഖം എന്ന് പറഞ്ഞാൽ എയർലൈസ് ഡാനോൾസ് ഫൈൻഡ് ടൈപ്പ് 4 എന്ന് പറഞ്ഞാൽ അപൂർവ ഇന ഒരു അസുഖമാണ്. ഇതിന്റെ എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരത്തിലെ ബ്ലഡ് സെല്ലുകൾ പൊട്ടുക, പ്രധാനമായും കണ്ണിലേത്, വയറിലേത്, ചെവിയിലേത്, അങ്ങനെ കനം കുറഞ്ഞ കട്ടി കുറഞ്ഞ ബ്ലഡ് സെല്ലുകളാണ് പൊട്ടിപ്പോകുന്നത്. പിന്നെ ബ്ലഡ് ഇന്റേണലാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇന്റേണൽ ബ്ലീഡിങ് ആയിട്ട് അത് വയറിൽ വന്ന് ഫില്ലായിട്ട് നമ്മുടെ ഈ പീരിയഡ്സ് പോലെ പോകും. നമുക്കതൊരു സർജറി ചെയ്യാനോ അല്ലെങ്കിൽ കുത്തിയെടുത്ത് കളയുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറ്റത്തില്ല. കുഞ്ഞിനെ 10ന്റെ എക്സാം എഴുതണമായിരുന്നു. 10ന്റെ എക്സാമിന്റെ അന്ന് കാലത്താണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, എക്സാം എഴുതി ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ തന്നെ പോയി. ഒരു സ്ക്രൈബിനെ ആവശ്യപ്പെട്ടിട്ട് പോലും സർക്കാർ തന്നില്ല. അവര് പറഞ്ഞ് ഈ ഒരു അസുഖത്തിന് സ്ക്രൈബിനെ തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അന്നൊക്കെ കുഞ്ഞിനെ പേന പിടിച്ച് എഴുതാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ഇന്ന് അവൾക്ക് പേന പിടിച്ച് എഴുതാൻ പറ്റത്തില്ല. അവളുടെ ശരീരം ഫുള്ളെ വിറയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മാസം കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെല്ലാം കയറി ഇറങ്ങും. അവര് പറയുന്നത് ഇത് ഡിസബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അപ്പൊ ഇനിയും അവൾ ഇനി +1 കൊണ്ട് പഠിത്തം നിർത്തണമെന്നാണോ പറയുന്നത്? ഒന്നുമില്ലേലും ഞങ്ങൾക്ക് ഒന്നിലൊരു 10-20 മിനിറ്റ് കൂട്ടിക്കിട്ടുക അവൾക്ക് എക്സാം എഴുതാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു സ്ക്രൈബിനെ അനുവദിച്ചു കിട്ടും. അതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് സ്ക്രൈബിനെ കിട്ടത്തില്ല. ജനുവരി 12-ന് മുമ്പ് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ഓർഡർ മേടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇവൾക്കാണെങ്കിൽ ഏകദേശം ഒരു 6 വർഷമാണ്, ഇത് 6ാം വർഷമാണ്. പക്ഷെ നമുക്ക് ഇതാണ് അസുഖം എന്ന് സ്ഥിരീകരിച്ചിട്ട് ഇപ്പോൾ ഒരു 3 വർഷമേ ആയുള്ളൂ. ഇതിനു മുന്നേ നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട എന്ന് വേണ്ട എല്ലായിടത്തും നമ്മൾ കൊണ്ടുപോയി. പക്ഷെ കേരളത്തിൽ ഇന്ന് വരെ ഇവളുടെ അസുഖം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. നമ്മളെ പലതവണയും പല കാര്യങ്ങളും പല ടെസ്റ്റുകളും ചെയ്തിട്ട് ഇവളുടെ അസുഖം എന്താണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിൽ പോകുന്നതും. അവിടെ ചെന്ന് ഡോക്ടർ ഈ പഴയ ഇവിടെ ചെയ്ത ടെസ്റ്റുകളെല്ലാം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ ബാക്കിയില്ല, നമുക്ക് അതുകൊണ്ട് ജെനറ്റിക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്തു. 2 മാസത്തിനകം റിപ്പോർട്ട് വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് ഇന്ന് വരെ ഒരു ട്രീറ്റ്മെന്റ് പോണ്ടിച്ചേരിയിലും കണ്ടെത്തിയിട്ടില്ല. അതുമായിട്ട് അനുബന്ധിച്ച് വരുന്ന മറ്റ് അസുഖങ്ങൾക്കാണ് ഇപ്പൊ പോണ്ടിച്ചേരി ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. വേദന കൂടി ഒരു 1/2-3/4 മണിക്കൂറിനകം നമ്മൾ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അന്നേരം നമ്മൾ ബോധം പോയി ഒരു 40 മിനിറ്റിനകം ബോധം തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറയും. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അവർ പറയും ഇവിടെ പറ്റില്ല, നിങ്ങൾ പോണ്ടിച്ചേരിക്ക് തന്നെ കൊണ്ടുപോകാൻ പറയും. നമ്മൾ പോണ്ടിച്ചേരിയിൽ എത്തണമെങ്കിൽ നേരം നമ്മൾ പിടിക്കും പോണ്ടിച്ചേരിയിൽ എത്തിക്കണമെങ്കിൽ. അത്രയും സമയം ഈ ബോധമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ കിടന്ന് വിഷമിക്കുക ചെയ്യുന്നത്. ഇത് ലോകത്ത് എവിടെയെങ്കിലും കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റൂ. ഞങ്ങളും ഈ കേരളത്തിലല്ല, ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഞങ്ങളും വെളിയിൽ നിന്ന് വന്നവരോ അല്ല, ഇന്ത്യക്കാരോ ഒന്നും അല്ലാതല്ല. ഞങ്ങളും ഒരു സാധാരണ ജീവനുള്ള മനുഷ്യരാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ലോകത്തിൽ എവിടെയെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടുമെങ്കിൽ ഞങ്ങൾക്ക് ആ ട്രീറ്റ്മെന്റ് കിട്ടിയേ പറ്റൂ. പിന്നെ സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങളത് വേറൊരിടത്ത് പോയി ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇത്രയും ബില്ലുകളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടും ഒരു പോട്ട് മാസാമാസം ഒരു പെൻഷൻ പോലും ഞങ്ങൾ 2 പേര് വീടും ഹോസ്പിറ്റലുമായിട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഈ ഒരു കുഞ്ഞിനെ ഇട്ടിട്ട് എവിടെയെങ്കിലും ജോലിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ?
ഈ കുഞ്ഞിനെ നമ്മൾ ഇങ്ങനെ എപ്പോഴാണ് ഇതിനൊരു വയ്യാഴിക വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ല പോട്ടെ, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നു, റെഗുലർ ചെക്കപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും ദിവസത്തെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഇത് എപ്പോഴാണ് ഒരു വയ്യാഴിക വരുന്നത്, എപ്പോഴാണ് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഇതിനെ നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കൊരു ജോലിക്ക് ഇറങ്ങി പോകാനോ അല്ലെ മറ്റു കാര്യങ്ങൾക്ക് പോകാനോ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അവിടുന്ന് കടം വാങ്ങിച്ച് ഇവിടുത്തേത് വീട്ടും, ഇവിടുത്തെ നിന്ന് കടം മേടിച്ച് അപ്പുറത്തേത് വീട്ടും. എത്ര കാലം ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും? ഈ കുഞ്ഞാലും ഞങ്ങൾക്ക് വേറെ 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. മൂത്തതൊരു പെൺകുട്ടിയാണ്, മോൻ 7ൽ പഠിക്കുന്നു, മൂത്തയാൾ +2 പഠിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കണ്ടായോ? ഞങ്ങളുടെ റേഷൻ കാർഡിൽ പോലും ഞങ്ങളുടെ വീട്ടു നമ്പറില്ല, വീട്ടുപേരില്ല. ഒരു റേഷൻ കാർഡ് ഞങ്ങളുടെ 3-5 പേരുടെയും കൂടെ പേരിൽ റേഷൻ കാർഡ് സർക്കാർ തന്നു. അവർ പറഞ്ഞ കാരണം എന്താണെന്നറിയോ? കരം തീർത്ത രസീത് കൊടുത്തില്ല, പഞ്ചായത്തിൽ നിന്ന് കൈവശാവകാശ വസ്തു ഞാൻ പറഞ്ഞില്ലേ, പ്രമാണം പണയം വെച്ചേക്കുക, അത് കാരണം ഞങ്ങൾക്ക് ആധാർ ഈ അഡ്രസ്സിലില്ല. ഇവിടുത്തെ അഡ്രസ്സ്, ഞങ്ങൾ താമസിക്കുന്ന അഡ്രസ്സിൽ ആധാറില്ല. എന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബ അഡ്രസ്സാണ്, ചേട്ടന്റെ എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ കുടുംബ അഡ്രസ്സാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മേൽവിലാസം ഇല്ല. ഈ അഡ്രസ്സ്, ഞങ്ങൾ താമസിക്കുന്ന വസ്തുവിന്റെ അഡ്രസ്സ് ഞങ്ങൾക്ക് ആധാറായിട്ട്, ID ആയിട്ട്, റേഷൻ കാർഡായിട്ട് ഒരു പ്രൂഫും ഞങ്ങൾക്കില്ല. നമ്മളെല്ലാത്തിനും ഓടി നടക്കുക. പക്ഷെ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്റെ വീട്ടിൽ എന്റെ കുടുംബ അഡ്രസ്സിലാണ് എന്റെ മോളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് 2 പേരുടേത്. വലിയ മക്കളുടെ 2 പേരുടെയും 10ന്റെ സർട്ടിഫിക്കറ്റ് എന്റെ കുടുംബ അഡ്രസ്സിലാണ്. എന്നാൽ 10ന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അവിടുത്തെ റേഷൻ കാർഡിൽ അവരുടെ പേരില്ല. ഈ റേഷൻ കാർഡും കൊണ്ട് ഞാൻ സപ്ലൈ ഓഫീസിലെല്ലാം ചെന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അറ്റാച്ച് ചെയ്ത് ഒന്നുകിൽ കരം തീർത്ത രസീത്, ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയുടെ പ്രസിഡന്റ് ലെറ്റർ വാങ്ങിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും മുന്തിയ റേഷൻ കാർഡാണ് എനിക്ക് കിട്ടിയത്. ആ റേഷൻ കാർഡിന്റെ പുറകെ 4 വർഷം ഞാൻ നടന്നണക്കെയാണ് എനിക്ക് റേഷൻ കാർഡ് ഒന്ന് മാറ്റി കിട്ടിയത്. ഒന്നുകിൽ നമുക്ക് ഇതിന്റെ പുറകെ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങ് നടന്ന് എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടാം. അതിന് പോലും ഞങ്ങൾക്ക് സമയമില്ല. മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 31 ദിവസം ഹോസ്പിറ്റലാണ്. പിന്നെ ഞങ്ങൾ എങ്ങനെ പോവാനാ? ഏത് കാര്യം